വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ കടലിൽ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്ന ലൈഫ് ഗാർഡുകളുടെ ജീവിതം സുരക്ഷിതമല്ല. ശമ്പളം മുടങ്ങുന്നതിനൊപ്പം യൂണിഫോമോ ജീവൻ രക്ഷാ ഉപകരണങ്ങളോ ലഭിക്കുന്നില്ല എന്നാണ് പരാതി. വെയിലിനും മഴയ്ക്കും കാറ്റിനുമപ്പുറം ജീവനുകളെ സ്നേഹിക്കുന്നവർ, കടൽപ്പുറത്ത് വർഷങ്ങളായി ജോലി നോക്കുന്നവരാണ് ലൈഫ് ഗാർഡുകൾ എന്ന വിളിപ്പേരുള്ള ഈ മനുഷ്യർ. ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ വിനോദസഞ്ചാരികളെത്തുന്ന കടൽ തീരങ്ങളിൽ ജാഗ്രതയോടെ ജോലി നോക്കുന്നവർ. യൂണിഫോമുകളോ ജീവൻ രക്ഷാ ഉപകരണങ്ങളോ കിട്ടിയിട്ട് വർഷങ്ങൾ പലതായി. മഴയത്ത് ചോർന്നൊലിക്കുന്ന കുടയും റെയിൻകോട്ടുമാണ് ഈ രക്ഷകർക്ക് കൂട്ട്. നമുക്ക് യൂണിഫോം ഒന്നും കിട്ടുന്നില്ല. ഈ റെയിൻകോട്ടൊക്കെ തന്നെ എല്ലാം പൊത്തൊലിക്കുക. മഴ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാമേജാണ് ഈ യൂണിഫോം. അങ്ങനെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്ക് ഈ മഴയിലും കാലിലും നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ യൂണിഫോം മറ്റേ റെയിൻകോട്ട് പോലും ഇല്ലെങ്കിൽ നിൽക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിലെ താൽക്കാലിക ജോലിക്കാരാണിവർ. ശമ്പളം മുടങ്ങുന്നതും പതിവ്, ജോലിഭാരം കൂടുതൽ. ലൈഫ് ഗാർഡുകൾ വളരെ ഷോർട്ടേജാണ്. ഇവിടെ ഏകദേശം ഒരു 8ഓളം ലൈഫ് ഗാർഡുകൾ ശംഖുമുഖം ബീച്ചിൽ ഒരു ഷിഫ്റ്റിൽ തന്നെ ഡ്യൂട്ടി ചെയ്തിരുന്ന സമയമുണ്ട്. ഇവിടെ ഇപ്പോൾ അത് പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. 4 പേരേ ഉള്ളൂ. അപ്പോൾ ഈ 4 പേരെ കൊണ്ട് ഇത്രയും ലോങ് ബീച്ചിൽ ഡ്യൂട്ടി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഭാഗത്ത് പോയി ആളെ അടിച്ച് നിയന്ത്രിച്ച് വരുമ്പോൾ അടുത്ത ഒരു സൈഡിലൂടെ അങ്ങ് ഇറങ്ങും. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ശംഖുമുഖത്ത് നമ്മളിവിടെ ഡ്യൂട്ടി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും ലൈഫ് ഗാർഡുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെ. അപകടങ്ങൾ നടക്കുമ്പോൾ മാത്രം ഇവരെ ഓർക്കും, എല്ലാം കഴിയുമ്പോൾ മറക്കും. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ലൈഫ് ഗാർഡുകളുടെ കാത്തിരിപ്പ് കടൽ ദൂരത്തോളം നീളുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.